simplified after adding 1 to its numerator becomes 1 by 2. If instead 1 is added to the denominator and then simplified, it becomes 1 by 3. What is the fraction? Okay, ആദ്യം പറയുന്നത് ഒരു ഫ്രാക്ഷൻ അതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1 by 2 ആണ്. ഇനി അതിന് പകരമായിട്ട് 1 ഡിനോമിനേറ്ററിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യുന്നത്, എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്നത് 1 by 3 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ആ ഫ്രാക്ഷൻ ഏതാണെന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ, ആ ഫ്രാക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ്. ഫ്രാക്ഷൻ ഒരു ന്യൂമറേറ്റർ ഉണ്ടായിരിക്കും, പിന്നെ എന്താ ഉണ്ടാവുക, ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ന്യൂമറേറ്ററിനെ നമുക്കിവിടെ എക്സ് ആയിട്ട് എടുക്കാം, ഡിനോമിനേറ്ററിനെ നമുക്കിവിടെ വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ എക്സ് ബൈ വൈ എന്നുള്ള ഫോമിലുള്ളതായിരിക്കും എന്താ ഇവിടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, ഡിനോമിനേറ്ററിനെ വൈ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ കണ്ടീഷനാണ്. ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. ആ രണ്ട് ഇക്വേഷൻസും കൂടിയാണ് നമുക്ക് സോൾവ് ചെയ്ത് എക്സും വൈയും ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എക്സും വൈയും കണ്ടുപിടിച്ച് ഫ്രാക്ഷൻ ഫോം ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് വൈ ആണ് ഇവിടുത്തെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, എക്സ് ബൈ വൈ. ക്ലിയർ ആണല്ലോ? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 ടു ഇറ്റ്സ് ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സ് ബൈ വൈയുടെ കൂടെ ആദ്യം ന്യൂമറേറ്റർ ഇവിടെ എക്സ് ആണ്, എക്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 by 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 1 ബൈ വൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 by 2. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ഫ്രാക്ഷൻ എക്സ് ബൈ വൈ ഉണ്ട്, അതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? 1 by 3 ആണ്. ഇത് ഇക്വേഷൻ 1 ആണ്, ഇത് ഇക്വേഷൻ 2 ആണ്. മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ എന്ത് ചെയ്ത് ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, അപ്പോൾ കിട്ടുന്നത് 1 by 2 ആണ്. ദെൻ ഒരു ഇക്വേഷൻ നമ്മളവിടെ ഫോം ചെയ്തു. ദെൻ ഇനി എന്താണ് സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്തത്? ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ്, അത് ന്യൂമറേറ്ററിൻ്റെ കൂടെ ആഡ് ചെയ്ത് കിട്ടി. ദെൻ ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് 1 by 3 കിട്ടി. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഇവിടെ ഞാൻ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഈ ഇക്വേഷൻസിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? 2വിനെ എക്സ് പ്ലസ് 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ആ ഈക്വൽ ടു അതുപോലെ തന്നെ പ്ലേസ് ചെയ്യുക. ദെൻ വൈനെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, സാധാരണ പ്ലസും മൈനസും ഒക്കെയാണ് നടുക്കിൽ സൈനായിട്ട് വരുന്നത് വെച്ചാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാറുണ്ട്. പക്ഷേ ഇവിടെ ഈക്വൽ ടു ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 2വിനെ, അതായത് ഇവിടുത്തെ ഡിനോമിനേറ്ററിനെ ഇവിടുത്തെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈക്വൽ ടു പ്ലേസ് ചെയ്യുക. ദെൻ വൈ ഇൻറ്റു 1, അതായത് ഇവിടുത്തെ ഡിനോമിനേറ്ററിനെ ഇവിടുത്തെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോവാണ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1 ഇൻറ്റു വൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് 2വിനെ ഇൻറ്റു ചെയ്യാം. 2 ഇൻറ്റു ബ്രാക്കറ്റിലാണല്ലോ 2x പ്ലസ് 2 എന്ന് വരും, ഈക്വൽ ടു വൈ എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇവിടെ 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 1 2x, ഈ എക്സ് പ്ലസ് 1നെ 2 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടേമിനെ നമ്മൾ ഇൻറ്റു ചെയ്യണം, മറക്കരുത് കേട്ടോ. രണ്ട് ടേമിനും 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ദെൻ വൈ കിട്ടി. ഇനി അടുത്തതിനെ നമ്മൾ ഇതേപോലെ സോൾവ് ചെയ്യാണ്. അപ്പോൾ എന്ത് വരാം? 3നെ ഇതുപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, 3നെ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 3 ഇൻറ്റു എക്സ് ഈക്വൽ ടു 1 ഇൻറ്റു വൈ പ്ലസ് 1. ഓക്കെ, അപ്പോൾ 3x ഇസ് ഈക്വൽ ടു 1നെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ കിട്ടുക? വൈ പ്ലസ് 1 തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ 2x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. ദെൻ 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്തെടുക്കാം, നമ്മുടെ എലിമിനേഷൻ മെത്തേഡ് പോലെ.
പക്ഷേ നമുക്കിവിടെ അല്ലാണ്ട് തന്നെ വൈയുടെ വാല്യൂ ഈ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഓഫ് വൈ ഇൻ ഇക്വേഷൻ 2. ഓക്കെ, അപ്പോൾ ഈ വൈയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ ഇക്വേഷൻ 2 എടുത്ത് എഴുതാണ് ഞാൻ. 3x = y + 1. ഇതാണ് ഇക്വേഷൻ 2. ഇതിനകത്ത് വൈയുടെ വാല്യൂ എന്താണ്? y = കണ്ടോ, ഇവിടെ കണ്ടോ, y = 2x + 2 എന്നാണ്. അപ്പോൾ അത് നമുക്കവിടെ കൊടുത്തു നോക്കാം. അപ്പോൾ 3x = വൈയുടെ സ്ഥാനത്ത് ഞാൻ 2x + 2 എന്ന് കൊടുത്തു. വൈയുടെ സ്ഥാനത്ത് 2x + 2 കൊടുത്തു. ദെൻ ഈ +1 ഉണ്ട് കേട്ടോ, +1 ഇട്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി? 2x + 3 എന്ന് വന്നു അല്ലേ? 3x, ഈ 2xനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, -2x ആയപ്പോൾ ഇവിടെ എന്ത് വന്നു? 3 വന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ 3x - 2x എന്ന് പറയുന്നത് എന്താണ്? x ആണ്. ദെൻ 3 x = 3 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ x = 3 എന്ന് കിട്ടി. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ഈ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻസിൽ ഏതിൽ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലോ ഫസ്റ്റ് ഇക്വേഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ഇക്വേഷൻ 1? 2x + 2 = y. നമുക്ക് മാറ്റി എഴുതാം. y = 2x + 2. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 3 കൊടുക്കാം അല്ലേ? 2 × 3 + 2 എത്രയാണ് വരുന്നത്? 2 × 3 6 + 2 8 എന്ന് വരും. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 3 എന്ന് കിട്ടി. അപ്പോൾ x = 3, y = 8. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിക്വയർഡ് ഫ്രാക്ഷൻ എന്തായിരിക്കും? അവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിട്ടി. ന്യൂമറേറ്ററാണ് 3 എന്ന് പറയുന്നത്, ഡിനോമിനേറ്റർ y എന്ന് പറയുന്നത് 8 ആണ് കിട്ടി. സോ നമുക്കിവിടെ റിക്വയർഡ് ഫ്രാക്ഷൻ 3/8. ക്ലിയർ ആണല്ലോ? 3/8 നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. വേണമെങ്കിൽ 3ൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? 1/2 ആയിരിക്കും. 3ൻ്റെ കൂടെ 1 ആഡ് ചെയ്തേ 4 കിട്ടി. 4/8 എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 1/2. ഇനി ഇതേപോലെ തന്നെ 8ൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. അപ്പോൾ 3/8ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 ആണ് വരിക. അപ്പോൾ 3/9. 3/9നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 1/3. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, 3/8. ഓക്കെ, ഫ്രാക്ഷൻ കണ്ടുപിടിച്ചത് മനസ്സിലായല്ലോ? എന്തെങ്കിലും ഈ ഒരു പ്രോബ്ലം നമുക്കൊരു സെക്കൻഡ് മെത്തേഡിലൂടെ ചെയ്ത് നോക്കാം. അതായത് ഇക്വേഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നത് കറക്റ്റാണ്, പക്ഷെ അത് സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളോട് x/y ആയിട്ട് എടുത്തു. ന്യൂമറേറ്ററായിട്ട് x എടുത്തു, ഡിനോമിനേറ്ററായിട്ട് y എടുത്തു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? x/y എന്നുള്ളൊരു ഫ്രാക്ഷൻ എടുത്തു. ദെൻ നമ്മളോട് ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ എക്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ കിട്ടുന്നത് 1/2 എന്നാണ്. ഇതൊരു ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. നമുക്കിതിനെ ഇനി ഒന്ന് സോൾവ് ചെയ്തെടുക്കാം അല്ലേ? സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 × x + 1 = y എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതാണ്. 2x + 2 = y. ഇനി y-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ് ഞാൻ. 2x - y = -2. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഞാൻ ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവാണ്. അപ്പോൾ x/y + 1 ആണ് വരുന്നത്. y + 1 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1/3 കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പോവാം? എക്സ്പാൻഡ് ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x = y + 1 എന്ന് കിട്ടും. ഇനി ഞാൻ 3x ഈ y-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ 3x - y = 1 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ഇക്വേഷൻ.
അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. അവിടെ എന്താണ് 2x മൈനസ് വൈയും കിട്ടി, 3x മൈനസ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യണം? സോൾവ് ചെയ്തെടുക്കണം. ഓക്കെ, ഈ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക്? ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 2x മൈനസ് വൈ ഈക്വൽ ടു -2. മറ്റേത് 3x മൈനസ് വൈ ഈക്വൽ ടു 1. ഓക്കെ, ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈയുടെ ടേം എലിമിനേറ്റ് ആയി പോകും. ഓക്കെ, വൈയുടെ ടേം എലിമിനേറ്റ് ചെയ്ത് പോകാനായിട്ട് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈയുടെ ടേം അവിടെ എലിമിനേറ്റ് ആയി പോകും. അപ്പോൾ എങ്ങനെയാണ്? ഞാനിവിടെ മൈനസ് ചെയ്യാണ് കേട്ടോ. -3x, ദെൻ ഇവിടെ മൈനസ് ആവും. ഓക്കെ, ദെൻ ഇവിടെ മൈനസ് ആവും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടാം. 2x മൈനസ് 3x വന്നു കഴിഞ്ഞാൽ, അപ്പോൾ വലുത് ഇവിടെ 3x ആണ്. 3xൽ നിന്ന് 2x കുറയ്ക്കുമ്പോൾ x കിട്ടും. ഇനി വലുതിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ മൈനസ് വരും. ഓക്കെ, ഈ ടേം ഇവിടെ ക്യാൻസലായി പോയി. മൈനസ് മൈനസ് വന്ന് പോസിറ്റീവായി. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ ആ ടേം ഇവിടെ ക്യാൻസലായി പോയി. ദെൻ ഇവിടെ എങ്ങനെയാണ്? -2 -1 രണ്ടും കൂടെ കൂട്ടിയിട്ട് സെയിം സൈൻ ഇടാം. ഓക്കെ, അപ്പോൾ -3 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് അവിടെ ഇവിടെ ശരിക്കും വന്നിരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ്? -x ഈക്വൽ ടു -3 എന്നാണ്. അപ്പോൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ടേംസ് ആണെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെയും മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് x ഈക്വൽ ടു 3 എന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ x ഈക്വൽ ടു 3 എന്ന് കിട്ടി. x ഈക്വൽ ടു 3 കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും വൈയുടെ വാല്യൂ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ഇതാ ഈ ഒരു ഇക്വേഷനിൽ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ തന്നെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ y is equal to 2x plus 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈയുടെ 2ൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 3 കൊടുക്കാം. അപ്പോൾ 3 × 2 6, 6 + 2 8. അപ്പോൾ വൈയുടെ വാല്യൂ അവിടെ 8 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ x ഈക്വൽ ടു 3യും y ഈക്വൽ ടു 8 ഇങ്ങനെയും നമുക്ക് സോൾവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നത് കറക്റ്റാണ്, ഒരേപോലെ തന്നെയാണ് ഇക്വേഷൻസ് ഒക്കെ ഫോം ചെയ്യുക. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും യൂസ് ചെയ്യാം, ഇതേപോലെ എലിമിനേഷൻ മെത്തേഡും യൂസ് ചെയ്യാം എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇപ്പം പറയുന്ന പോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക കേട്ടോ. എന്നാലും നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇനി ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസ് ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.